ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു അറബിക് ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ നമ്മളെപ്പോഴും ബീഫ് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ സൈസാണ്. അത് അധികം വലുതാവാനും പാടില്ല, ചെറുതാവാനും പാടില്ല. ഈ ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ സൈസ് കുറയും. സോ അതുകൊണ്ടാണ് ഈ ഒരു മീഡിയം വലിപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ബീഫിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 1/4 ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. 1/4 ഭാഗം എന്താ മതി. ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കണമെന്നില്ല, വേണേൽ ഇച്ചിരി ഫ്ലേവറിന് എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം കാണിക്കുന്നത്. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്. പിന്നെ നമുക്ക് ഇച്ചിരി തക്കാളി സോസും കൂടെ വേണം കേട്ടോ. അതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. സോ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാം ഇതിൽ കാണിക്കണുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ വലിയ കുക്കർ ഇതിലേക്ക് വെച്ചു. പിന്നെ ഈ കാണുന്ന സ്പൈസസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എടുക്കുന്നതാണ്. ഈ ഒരു മാഗി ക്യൂബും. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം, രഹസ്യക്കൂട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുരുമുളകും. സോ കുക്കർ ചൂടാവുന്ന ടൈം നമുക്ക് വേണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ, മല്ലി, കുരുമുളക്, പിന്നെ നമ്മളെ മറ്റേ ഉണക്ക നാരങ്ങ, ഇതൊക്കെ എടുത്ത് വെച്ചു. ചൂടായപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ചമണക്കം ഒന്ന് മാറുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്യാപ്സിക്ക അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ ഒരു പാക്കറ്റ് മാഗി ക്യൂബിൽ 2 പീസും ഇടുന്നുണ്ട് കേട്ടോ. സോ അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചത് 2 തക്കാളി അടിച്ചു വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ബീഫും കൂടി ഇതിലേക്ക് തട്ടി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് ഈ ഒരു മസാല. ഇത് നമ്മുടെ രഹസ്യ കൂട്ടാണ് കേട്ടോ. മധുഹൂത്ത് ഉണ്ടാക്കുമ്പോഴും നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മസാലയാണ്. ഇതിലാണ് ആ ഒരു ഫുഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മന്തിയുടെ മൊത്തം ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ആ ഒരു അറബിക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വേണേൽ പറഞ്ഞാൽ ഞാൻ ഉപ്പാനോട് ചോദിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ. സോ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റെഡ് ബസുമതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തിയതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റി വെച്ചതാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്നതിന് ആ ഒരു ജസ്റ്റ് മുന്നേ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ എടുത്ത അരിയുടെ ഡബിൾ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുത്ത അരിയുടെ ഡബിൾ. പിന്നെ പച്ചമുളക് ഇട്ട് മുഴുവനായിട്ടും നന്നായി ഈ ഒരു തിളക്കുന്ന ടൈം നമുക്ക് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുള്ളത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരിയും ഇതിലേക്ക് ഇട്ടു. ആ സ്പെഷ്യൽ മസാല എന്താ? അത് നമ്മൾ മസാല രഹസ്യക്കൂട്ടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക. അത് പിന്നെ പറയാം. അത് നമ്മുടെ രഹസ്യക്കൂട്ട് കേട്ടോ. ഇത് സ്പെഷ്യലാണ്. ഇതാണ് നമ്മുടെ രഹസ്യക്കൂട്ട്. രഹസ്യക്കൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഇതിൻ്റെ മൊത്തം നാച്ചുറൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുക്കറിൻ്റെ അടപ്പിട്ടു. എക്സാക്ട് 2 വിസിലും അതിനുശേഷം ഒരു 10 മിനിറ്റ് ആ സെയിം ദമ്മിലും വിസിൽ കളയാതെ നമ്മൾ വെക്കണം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വിസിൽ അടിഞ്ഞു, സെക്കൻഡ് വിസിലും അടിഞ്ഞു. ഞങ്ങൾ 10 മിനിറ്റിന് ശേഷം ദമ്മ് ഓപ്പൺ ചെയ്തു. സോ നമ്മൾ ഈസി ആയിട്ടുള്ള അറബിക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒതൻറ്റിക് ആയിട്ടുള്ള ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ടോട്ടൽ എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ്, ഒരു 20 മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മന്തിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മന്തി കഴിച്ചാൽ കടയിൽ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും നമ്മൾ ഈ ഒരു മന്തിക്ക് ഉണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റ് ആൻഡ് ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന മന്തിയാണ്. നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പുറത്തത്തെ മന്തി കഴിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അത്രയും ടേസ്റ്റാണ്. ആ ഒരു ബീഫിൻ്റെ കൺസിസ്റ്റൻസി ആയാലും റൈസ് വെന്തതായാലും ഒക്കെ പക്ക കറക്റ്റായിരുന്നു. അത്രയും ടേസ്റ്റ് ആൻഡ് അത്രയും ഫ്ലേവർ ആയിരുന്നു. സോ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.